الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ഏറ്റവും നല്ല ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും 29 ദിനരാത്രങ്ങൾ പിന്നിട്ട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈദുൽ ഫിത്ർ മുസല്ലയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഈദുക്കും മുബാറകുൻ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന് മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾക്ക് 2 വിധത്തിലുള്ള ആഘോഷങ്ങൾ കാണുകയാണ്. 2 രൂപത്തിൽ 2 ദിവസങ്ങളിലായി അവർ ആഘോഷിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഈ 2 ദിവസങ്ങൾ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ്യത്തിൽ ആഘോഷിച്ചിരുന്ന, ആഹ്ലാദിച്ചിരുന്ന, ഞങ്ങൾ പരസ്പരം കളികളിൽ ഏർപ്പെട്ടിരുന്ന ദിവസമാണ് ഈ 2 ദിവസങ്ങൾ. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഖദ് അബ്ദല ലക്കും അല്ലാഹു തആല ബിഹിമാ ഖൈറൻ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങളെക്കാൾ ഖൈറായ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. യൗമുൽ ഫിത്രി വൽ അദ്ഹ. അതെ, യൗമുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ ദിവസവും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുടെ ദിവസവുമാണ് ആ 2 ദിവസങ്ങൾ എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിനമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ആ സന്തോഷം ആഘോഷിക്കുകയും അതുപോലെയുള്ള ആഹ്ലാദ പ്രകടനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് മുസ്ലിമീങ്ങൾക്ക് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ദിവസം. എന്നാൽ ആ ആഘോഷം എങ്ങനെയായിരിക്കണം എന്നത് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസി അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കാത്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആധുനിക ലോകത്തെ എല്ലാവിധ ആഘോഷങ്ങൾക്കും ആഘോഷങ്ങളുടെ മാനം തന്നെ മാറിയ എല്ലാവിധ തിന്മകളിലേക്കും കൂത്തരങ്ങുകളായി മാറിയ ആഘോഷമല്ല ഒരു വിശ്വാസിയുടേത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നിന്റെ ലോകത്തെ ആഘോഷം എന്നത് തിന്മകളുടെ കൂത്തരങ്ങുകളാണ്. ലഹരി ഉപയോഗവും അതുപോലെ തന്നെ മ്യൂസിക് സന്ധ്യകളും
അതുപോലെ തന്നെ ആ അന്യ പുരുഷൻ സ്ത്രീകൾ ഒരുമിച്ചുകൊണ്ട് നിശാസന്ധ്യകളും അതുപോലെയുള്ള തോന്നിവാസങ്ങളും ആട്ടവും ചാട്ടവും തുടങ്ങിയ എല്ലാവിധ തോന്നിവാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് എങ്കിൽ വിശ്വാസിയുടെ ആഘോഷം എന്നത് അങ്ങനെയല്ല. വിശ്വാസിയുടെ ആഘോഷങ്ങൾ നന്മകളാൽ നിബിഡമായതാണ്, നന്മകൾ നിറഞ്ഞതാണ് വിശ്വാസിയുടെ ആഘോഷം. പരസ്പരം കാണുമ്പോൾ അള്ളാഹു അയച്ച അഭിവാദ്യമായ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പരസ്പരം ആ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ 29 ദിനരാത്രങ്ങളിൽ ചെയ്തു പോയ നന്മകൾ പരസ്പരം സ്വീകരിക്കുവാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടും കുടുംബങ്ങൾ സന്ദർശിച്ചുകൊണ്ടും അശരണരെ പരിഗണിച്ചുകൊണ്ടും അതുപോലെയുള്ള എല്ലാവിധ നന്മകളും നിറഞ്ഞതാണ് ഒരു വിശ്വാസിയുടെ ആഘോഷം എന്നത്. എന്തേ അങ്ങനെ ആയത് എന്നതാണ് അതിനുള്ള കാരണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാ അൻത. അതെ, ഇന്നലെ ശവ്വാലിന്റെ അമ്പിളി കണ്ടത് മുതൽ നമ്മൾ ഇന്ന് ഈദ് നമസ്കാരം തുടങ്ങുന്നത് വരെ നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ മുഴക്കുന്നവരാണ് വിശ്വാസികൾ. അത് കേവലം ഒരു ദിക്റല്ല, കേവലം നമ്മൾ നാവ് കൊണ്ട് ഉരുവിടേണ്ട ദിക്ർ മാത്രമല്ല അല്ലാഹു അക്ബർ. അത് വിശ്വാസിയുടെ ആദർശമാണ്, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ആദർശമാണ് അല്ലാഹു അക്ബർ. അതെ, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ റബ്ബാണ് വലുത്, മറ്റൊന്നും വലുതല്ല. എല്ലാവിധ തോന്നിവാസങ്ങൾ എന്തെല്ലാം ഇവിടെ നടമാടിയാലും, എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളും മറ്റുള്ള ആക്ഷേപങ്ങൾ വന്നാലും എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അല്ലാഹു അക്ബർ, എന്റെ റബ്ബാണ് എന്ന പ്രഖ്യാപനമാണ്. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ആ നിലപാടാണ് നമ്മുടെ ഈ ഈദ് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മൾ ആലോചിച്ച് നോക്കിയും ഇന്ന് ഒരുപാട് ലഹരി ഉപയോഗങ്ങൾ നമ്മുടെ ഇടയിൽ കാണുമ്പോൾ, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ദിനേന വാർത്തയായി കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് അള്ളാഹും റസൂലും പഠിപ്പിച്ചോ അതിലേക്ക് ഞാനില്ല എന്നതാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇജ്തനിബു അൽ ഖംറ, നിങ്ങൾ ലഹരിയെ ഒഴിവാക്കണം, നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കണം. എന്തേ? ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, അത് തിന്മകളുടെ മാതാവാണ്. എല്ലാ തിന്മകൾക്കും തുടക്കം കുറിക്കാൻ ആ മദ്യവും ലഹരിയും മതിയാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈദിലേക്ക് ഈ നടന്നു വന്ന അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചൊരു വിശ്വാസി, അതെ, എന്റെ ജീവിതത്തിൽ അതുണ്ടാവുകയില്ല, അത് എത്ര തന്നെ ആളുകൾ നിർബന്ധിച്ചാലും എന്നെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ആ ലഹരി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന പ്രഖ്യാപനമായിരിക്കും ഒരു വിശ്വാസിയുടെ ഉണ്ടാവുക. അതുപോലെ തന്നെ സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പരിക്കുകളെ നാം മനസ്സിലാക്കാതെ പോകരുത്. സമൂഹത്തിൽ വലിയ പരിക്കാണ് സിനിമ എന്ന വലിയ തിന്മ കൊണ്ട് ഉണ്ടാകുന്നത്. നമുക്കറിയാം, എല്ലാ തോന്നിവാസങ്ങളുടെയും സൂപ്പർ മാർക്കറ്റാണ് ശരിക്കും സിനിമ എന്നത്. എല്ലാവിധ സിനിമകളിലൂടെയും തോന്നിവാസങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ നൽകുകയും അതിന്റെ ആസ്വാദനങ്ങളുടെ വിവിധമായ തലങ്ങളെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന വലിയ ആഭാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ സിനിമകൾ നിറഞ്ഞതാവരുത് നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും റമദാനിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്, നമ്മുടെ വീടകങ്ങളിലേക്ക് അത് കടന്നു വരരുത്. തിന്മകളുടെ തുടക്കമാണ്, എല്ലാ തിന്മകളെയും അത് കൊണ്ടുവരുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് യുവാക്കളെ സംബന്ധിച്ചാണ്. യുവാക്കളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് റബ്ബായി തീരണം. അല്ലെ, ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. ഒരു യുവസമൂഹമുണ്ട്, അവർ റബ്ബിൽ വിശ്വസിച്ചവരാണ്, റബ്ബിൽ ജീവിതത്തെ സമർപ്പിച്ചവരാണ്. ആ ജീവിതത്തിലേക്ക് എന്ത് തോന്നിവാസങ്ങൾ വന്നു കഴിഞ്ഞാലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിന്റെ നിയമങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുന്ന ഈദിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരായിരിക്കണം വിശ്വാസികൾ. അതുപോലെ തന്നെ രക്ഷിതാക്കളെ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്നിന്റെ വാർത്തകൾ നമുക്ക് വലിയ അധികം വേദനാജനകമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയ ബേജാർ ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമുക്ക് കടന്നു വരുന്നത്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അനിവാര്യമായി നമ്മൾ ഇടപെടണം. നമ്മുടെ മക്കൾക്ക് അനാവശ്യമായ പണം നൽകുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഉണ്ടായിക്കൂടാ. മക്കളെ സ്നേഹിക്കുക എന്നത് അനാവശ്യമായി പണം നൽകിക്കൊണ്ടല്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ സുഹൃത്ത് വലയങ്ങളെ നമ്മൾ പരിശോധിക്കണം.
ഏത് സുഹൃത്തുക്കളുമായാണ് നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്നത്, അവരുടെ കൂട്ടുകെട്ട് ആരുമായാണ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞ് നമ്മൾ ഈ പെരുന്നാളും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മക്കൾ പ്രവേശിക്കുന്നത് വലിയ ഒരു അവധി കാലത്തേക്കാണ്. ആ അവധി കാലത്തുള്ള സമയങ്ങൾ അവർ എന്തിൽ ചെലവഴിക്കുന്നു എന്ന കൃത്യമായ ഇടപെടൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ ബാധ്യതയുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒഴിവ് സമയങ്ങളെ നന്മയിൽ ഉപയോഗിക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അവരോട് തുറന്ന് സംസാരിക്കാതെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവരുമായി തുറന്ന് സംസാരിക്കുന്ന ആളുകളിലേക്ക് അവർ പോകുന്നത്. ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും അവരോട് തുറന്ന് സംസാരിക്കുകയും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും അവരോട് ഏറ്റവും നല്ല നിലക്ക് തന്നെ പെരുമാറുകയും ഇടപെടുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസികും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും ആ നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ തീയിൽ നിന്നും നിങ്ങൾ രക്ഷിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നാം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വെടിയൊച്ചകൾ കേൾക്കുന്നില്ല, അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള മിസൈലുകൾ വന്നുകൊണ്ട് നമ്മൾ കൊല്ലപ്പെടുമെന്ന് നമ്മൾ ആരും ഭയപ്പെടുന്നില്ല. നമ്മൾ സമാധാനത്തിലാണ്. നമുക്ക് വളരെയധികം സമാധാനത്തോടുകൂടി ഇവിടെ ഈദ് നമസ്കാരം നിർവഹിക്കുവാനും അതുപോലെ തന്നെ ഈദിന്റെ സന്തോഷങ്ങൾ പങ്കിടുവാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് മുസ്ലിമീങ്ങളുടെ പലരും ഇന്ന് വലിയ പ്രയാസങ്ങളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഈദ് നമസ്കരിക്കുമ്പോഴും റമദാൻ നമസ്കരിക്കുമ്പോഴും വെടിയൊച്ചകളും മിസൈലിന്റെ ആക്രമണങ്ങളും അതുപോലെയുള്ള പ്രയാസങ്ങളും അവർ പേടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈദിൻ ജീവിതത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. നമുക്കതില്ല. പ്രാർത്ഥിക്കണം. നമ്മുടെ ലോകത്തുള്ള വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാതെ നമുക്ക് ഈ പെരുന്നാൾ പൂർണ്ണമാവുകയില്ല. ഈ റമദാനിൽ പോലും അവർ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജൂതന്മാരുടെ കരാള ഹസ്തങ്ങൾ അവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, നമുക്ക് സാധിക്കുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ്. നമ്മൾ സന്തോഷത്തോടെ ഈദിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്, ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നിങ്ങൾ മുസ്ലിമീങ്ങൾ, റബ്ബേ നീ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകണമേ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ അല്ലാഹുവേ നീ അവർക്ക് കൃത്യമായ പ്രതിഫലം നൽകണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളാണ്, കൂടെ താമസിച്ചിട്ടില്ല, കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലോ ഒരു നാട്ടിലോ അല്ല വളർന്നത്. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ, ഒരു മുസ്ലിം എന്ന പേരിൽ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇനിയുള്ള ആ സമയങ്ങളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഹ്നിയത്ത് പരസ്പരം കൈമാറുക, ആശംസകൾ കൈമാറുക. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നോ ഈദ് മുബാറക് എന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് തഹ്നിയത്തുകൾ കൈമാറാം. അതുപോലെ തന്നെ കുടുംബങ്ങളെ സന്ദർശിക്കണം. അതുപോലെ തന്നെ നമ്മളുമായി തെറ്റി നിൽക്കുന്ന ആളുകളെ ആ തെറ്റ് തിരുത്താൻ ഏറ്റവും നല്ല അവസരമാണ്. അള്ളാഹു പുറത്തു തരുന്ന ആ 29 ദിനരാത്രങ്ങൾ കഴിഞ്ഞ മഹനീയമായ ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും പരസ്പരം തെറ്റി നിൽക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കണമെങ്കിൽ നമ്മളുമായി തെറ്റി നിൽക്കുന്ന ആളുകളുമായി നമുക്ക് ആ ബന്ധം ചേർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായ പല സുന്നത്തുകളും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ സ്വതക്ക നൽകുക എന്നത് പ്രത്യേകമായ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ആ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം, ഖുത്ബയ്ക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കൾക്ക് വേണ്ടി പ്രത്യേകം നിർദ്ദേശിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്വതക്ക സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആളുകളിൽ നിന്നും സ്വതക്കകൾ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സുന്നത്താണ്. നമ്മൾ ആ സ്വതക്കകൾ നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ ഈദ് ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സ്ത്രീകളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചെന്നുകൊണ്ട് സ്വതക്ക നിർവഹിക്കാൻ പ്രത്യേകം കൽപ്പിക്കുമായിരുന്നു. അവിടെയുള്ള സഹാബ വനിതകൾ പ്രത്യേകം അവർക്ക് കയ്യിലുള്ള എല്ലാതും എടുത്തു കൊടുത്തുകൊണ്ട് അവർക്ക് കഴിയുന്ന രൂപത്തിൽ സ്വതക്കകൾ നിർവഹിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നമ്മൾ ആ നിലയ്ക്ക് ഈ ഈദിനെ ഉൾക്കൊള്ളുവാൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈദ് എന്നത് അല്ലാഹുവിലേക്ക് കൃത്യമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഈദാണ്. ഒരിക്കലും തോന്നിവാസങ്ങളും അതുപോലെയുള്ള വൃത്തികേടുകളിലേക്കും ആഭാസങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ടുള്ള ഈദല്ല, അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഈദാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം നമ്മുടെ നാവ് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആദർശമായി ഒഴുകേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയ്ക്ക് ജീവിക്കുന്ന സൂക്ഷ്മത കൈക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ഏറ്റവും നല്ല ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمؤمنين والمؤمنات وللمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.